അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇതാണ് നവദമ്പതികളായ ആഷിഖും നൗഷിജയും. കല്യാണം കഴിഞ്ഞ് 2 മാസമേ ആയുള്ളൂ. ഇവർ രണ്ടുപേരും ഇന്ന് ഈ ദുനിയാവിലില്ല, മരണപ്പെട്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭാര്യ മരണപ്പെട്ട് 8-ാം നാൾ ഭർത്താവും മരണപ്പെട്ടു. വളരെയേറെ ദയനീയമായ വാർത്തയായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, ഏറെ സങ്കടപ്പെടുത്തുന്ന വിവരമാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ചിറ്റൂർ സ്വദേശിയാണ് നൗഷിജ. ആഷിഖ് പാലക്കാട് കൊടുവായൂർ സ്വദേശിയും. ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ മാർച്ച് മാസമായിരുന്നു. ടീച്ചറാകണമെന്നുള്ള അതിയായ ആഗ്രഹമായിരുന്നു നൗഷിജക്ക്. ആ ഒരു ആഗ്രഹം ബാക്കിയാക്കിയാണ് പടച്ചറബിലേക്ക് മടങ്ങിയത്. മാർച്ച് 28-നാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. നൗഷിജയുടെയും ആഷിഖിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. ആ ഒരു നിമിഷങ്ങൾ അവർ ആസ്വദിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിലെ മനോഹരമായ ദിവസങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. വിദേശത്തായിരുന്നു ആഷിഖിന് ജോലി. യുദ്ധ സാഹചര്യം കാരണം ആഷിഖിന് ലീവ് നീട്ടിക്കിട്ടിയ സന്തോഷത്തിലായിരുന്നു. ആ ദമ്പതികൾക്ക് ഒരുമിച്ച് ചിലവഴിക്കാൻ കിട്ടിയ അവരുടെ ആ ഓരോ നിമിഷവും അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയായിരുന്നു. പലയിടങ്ങളിലും ഭാര്യയുമൊത്ത് ഹണിമൂൺ യാത്രകളിലായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളും അവർ കണ്ടു. അവർ തമ്മിൽ ഒരുമിച്ച ആ കുറച്ച് ദിവസങ്ങൾ ഏറെ സന്തോഷത്തിലായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വണ്ടിത്താവളം ചന്ദനക്കുടം ഉത്സവം ആഘോഷിച്ച് സന്തോഷത്തോടെ മടങ്ങിയെത്തിയതായിരുന്നു ഈ ദമ്പതികൾ. അങ്ങനെ അടുത്ത ആഴ്ച ആഷിഖ് വിദേശത്ത് പോകാനിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു ആഷിഖ്. ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി നൗഷിജയുടെ കയ്യും പിടിച്ച് അവസാനമായി തിരുവനന്തപുരം നഗരം മുഴുവൻ കാണാൻ അവർ തീരുമാനിക്കുകയാണ്. ഒന്നുമില്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. ഒന്ന്, അവിടെയുള്ള സുഹൃത്തുക്കളെ കാണണം. അവളുടെ കയ്യും പിടിച്ച് ആ നഗരത്തിൻ്റെ ഭംഗി ആസ്വദിക്കണം. അത്രമാത്രമേ അവരാഗ്രഹിച്ചുള്ളൂ. പക്ഷേ കവടിയാറ് കുറുവൻകോണം റോഡിൽ അവരെ കാത്തിരുന്നത് മരണമായിരുന്നു എന്ന് അവരറിഞ്ഞില്ല. ഭർത്താവിൻ്റെ കൈപിടിച്ച് നടന്നു പോവുകയായിരുന്ന നൗഷിജയിലേക്ക് ഒരു നിയന്ത്രണം വിട്ടുവരുന്ന ഒരു കാറ് പാഞ്ഞു കയറുകയായിരുന്നു. യാ അല്ലാഹ്! ഒരു നിമിഷം മുമ്പ് ചിരിച്ചുകൊണ്ട് നടന്ന ആ ഒരു പെൺകുട്ടി അടുത്ത നിമിഷം ചോരയിൽ കുളിച്ച് റോഡിൽ കിടക്കുകയായിരുന്നു. നൗഷിജ അവിടുന്ന് തന്നെ മരണപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ മരണം സ്ഥിരീകരിച്ചു. അവിടുന്ന് ആഷിഖിന് അതിഗുരുതരമായ പരിക്കുകളും ഏറ്റിരുന്നു. ഒപ്പം ഇവരുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരൊക്കെ വിവിധ ആശുപത്രികളിലായിരുന്നു. ആഷിഖിനാണ് അതിഗുരുതരമായി പരിക്കേറ്റ് 8-ാം നാൾ ആഷിഖും മരണത്തിന് കീഴടങ്ങി. പ്രിയപ്പെട്ടവരെ, മധുവിധു ആഘോഷിക്കുന്ന നവദമ്പതികൾ ഇന്ന് പടച്ചറബിലാണ്. പടച്ചറബ് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊരു ദയനീയമായ വാർത്തയായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന വേറൊരു മരണവാർത്ത കൂടിയുണ്ട്. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ കാണിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് അതിദാരുണമായി ഭാര്യ മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഒരു വാർത്തയായിരുന്നു ഇന്ന് രാവിലെ നമ്മളൊക്കെ കേട്ടത്. ഇതുപോലൊരവസ്ഥ ആർക്കും കൊടുക്കാതിരിക്കട്ടെ. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പേരാമ്പ്രയിൽ വെച്ച് ഇവരുടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിക്കുകയാണ്. ആ ഒരു തീപിടുത്തത്തിൽ ഗർഭിണിയായ ഭാര്യ മരണപ്പെട്ടു പോവുകയാണ്. പൂവത്തുംചാലിലെ റിജിലിൻ്റെ ഭാര്യ സോനയാണ് മരണപ്പെട്ടത്. 27 വയസ്സ്. ഇന്നലെ വെള്ളിയാഴ്ച രാത്രി 9:30-യോടെയാണ് ഈ അപകടം നടക്കുന്നത്. ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം. സോന കാറിൻ്റെ പിൻസീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. വാഹനം ഓടിച്ചിരുന്നത് ഭർത്താവ് ലാലുവാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ കാറിൽ പുക കണ്ടതോടെയാണ് ഭർത്താവ് ലാലു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയത്. ലാലു പുറത്തേക്കിറങ്ങിയതും ഡോർ ലോക്കാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സോനക്ക് പുറത്തിറങ്ങാനുമായില്ല. അങ്ങനെ നാട്ടുകാരൊക്കെ ഓടിയെത്തി സോനയെ പുറത്തിറക്കാൻ നോക്കിയെങ്കിലും അതിന് സാധിച്ചില്ല. അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് എത്തിയെങ്കിലും കാറ് ഏതാണ്ട് പൂർണ്ണമായും കത്തിയിരുന്നു. കത്തിക്കരിഞ്ഞ സോനയെ പേരാമ്പ്രയിലെ കല്ലോട്ട ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. 90% കത്തിയിരുന്നു. ഭർത്താവ് ഏറെ രക്ഷിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ ആ പാവം മനുഷ്യന് അത് സാധിച്ചില്ല. ഭർത്താവിനും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. അവരും ആശുപത്രിയിലാണുള്ളത്. പെട്ടെന്നെല്ലാം സുഖമാക്കി കൊടുക്കട്ടെ പടച്ചറബ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടുപോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ.
പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ച റബ്ബേ, മരണപ്പെട്ടുപോയവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ കുടുംബത്തിൻ്റെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടുപോയവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ അല്ലാ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.